ഇന്ത്യൻ റെയിൽവേയുടെ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളുടെ അറ്റകുറ്റപ്പണികളും അറ്റകുറ്റപ്പണി സൗകര്യങ്ങളും നടത്തുന്ന ഒരു മോട്ടീവ് പവർ ഡിപ്പോയാണ് അരക്കോണം ഇലക്ട്രിക് ലോക്കോ ഷെഡ്. തമിഴ്നാട്ടിലെ അരക്കോണത്ത് സതേൺ റെയിൽവേയുടെ സതേൺ റെയിൽവേ MGR, ചെന്നൈ സെൻട്രൽ KSR, ബാംഗ്ലൂർ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സതേൺ റെയിൽവേയുടെ 3 ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ഷെഡുകളിൽ ഒന്നാണിത്. മറ്റുള്ളവ ഈറോഡ്, ED, റോയപുരം, RPM എന്നിവിടങ്ങളിലാണ്. മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴയ ഇലക്ട്രിക് ലോക്കോ ഷെഡും ഇതാണ്. ചരിത്രം: 1970കളുടെ അവസാനം വരെ അരക്കോണത്ത് AJJ ആവി എഞ്ചിൻ ഷെഡുകളുണ്ടായിരുന്നു. 1990ഓടെ എല്ലാ ആവി എഞ്ചിൻ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാൻ സതേൺ റെയിൽവേ ലക്ഷ്യമിട്ടതോടെ ഇലക്ട്രിക് എഞ്ചിനുകൾക്ക് പ്രാധാന്യം നൽകി. തുടർന്ന് ആവി ഷെഡ് നിർത്തലാക്കുകയും പകരം ഒരു പുതിയ ഇലക്ട്രിക് ലോക്കോ ഷെഡിനായി ഈ സ്ഥലം തിരഞ്ഞെടുക്കുകയും ചെയ്തു. ചെന്നൈ മുതൽ കന്യാകുമാരി, പാലക്കാട് വരെയുള്ള പുതിയ ബ്രോഡ്ഗേജ് ലൈനുകളിലെ വർദ്ധിച്ചുവരുന്ന റെയിൽ ഗതാഗതത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനാണ് ഇത് സ്ഥാപിച്ചത്. 1980കളിലാണ് പുതിയ ഇലക്ട്രിക് ലോക്കോ ഷെഡ് വാം 4 ക്ലാസ് ലോക്കോമോട്ടീവുകളോടെ ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് ഇത് ഗാസിയാബാദിൽ നിന്ന് 5 വാപ്പ് 1 ലോക്കോകൾ സ്വന്തമാക്കി. അവ 2002 വരെ ഇവിടെ തുടർന്നു. അതിനുശേഷം അവ തിരികെ ഗാസിയാബാദിലേക്ക് മാറ്റി. പിന്നീട് സതേൺ റെയിൽവേയുടെ SR മുഴുവൻ വാപ്പ് 4 ലോക്കോകളും ഇവിടെയെത്തി. എന്നാൽ പിന്നീട് ഇവ ഈറോഡിലേക്കും ലല്ലഗുഡയിലേക്കും മാറ്റി. പുതിയ വാഗ് 7 ലോക്കോകൾ ഇവിടെയെത്തിയെങ്കിലും പിന്നീട് ഈറോഡിലേക്ക് മാറ്റി. 2009ൽ ഗാസിയാബാദിൽ നിന്ന് 30 വാപ്പ് 1 ലോക്കോകൾ തിരികെ കൊണ്ടുവന്നു. അതിൽ 5 എണ്ണമൊഴികെ ബാക്കിയെല്ലാം 2011ൽ റോയപുരത്തേക്ക് അയച്ചു. ഈ ഷെഡിലെ എല്ലാ വാം 4 ലോക്കോകളും ഇപ്പോൾ സർവീസിൽ നിന്ന് പിൻവലിച്ചു. എല്ലാ വാപ്പ് 1 യൂണിറ്റുകളും ഈറോഡ് EDDSലേക്ക് മാറ്റി. പ്രവർത്തനം: സതേൺ റെയിൽവേയിലെ 3 ഇലക്ട്രിക് എഞ്ചിൻ ഷെഡുകളിൽ ഒന്നായതിനാൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളുടെ വിവിധ വലിയതും ചെറുതുമായ അറ്റകുറ്റപ്പണികൾ ഇവിടെ നടത്തുന്നു. 150 എഞ്ചിൻ യൂണിറ്റുകളാണ് ഇതിന്റെ അംഗീകൃത ശേഷി. നിലവിൽ ഈ ഷെഡിൽ ആകെ 184 എഞ്ചിൻ യൂണിറ്റുകളുണ്ട്. അതിൽ 90 വാപ്പ് 4, 91 വാഗ് 5, 3 വാഗ് 9 എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യൻ റെയിൽവേയിലെ വാപ്പ് 4 ലോക്കോകളുടെ രണ്ടാമത്തെ വലിയ ശേഖരം ഇപ്പോൾ ഈറോഡ് ഇലക്ട്രിക് ലോക്കോ ഷെഡിലാണുള്ളത്. അത് നിരവധി ദീർഘദൂര ഇലക്ട്രിക് ട്രെയിനുകൾക്ക് സേവനം നൽകുന്നു. എല്ലാ ലോക്കോമോട്ടീവ് ഷെഡുകളെയും പോലെ AJJയിലും ലോക്കോമോട്ടീവുകളുടെ പതിവായ അറ്റകുറ്റപ്പണികൾ, ഓവർഹോൾ, പെയിന്റിംഗ്, കഴുകൽ എന്നിവ ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നു. AJJയിലുള്ള ലോക്കോമോട്ടീവുകൾക്ക് പുറമെ മറ്റ് ഷെഡുകളിൽ നിന്ന് വരുന്നവയുടെ അറ്റകുറ്റപ്പണികളും ഇവിടെ നിർവഹിക്കുന്നു. ലോക്കോ റിപ്പയറിനായി ഇവിടെ 4 പിറ്റ് ലൈനുകളുണ്ട്. സതേൺ റെയിൽവേയിൽ വ്യാപകമായി റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചപ്പോൾ അരക്കോണം ELSലെ ലോക്കോമോട്ടീവുകൾ ഈറോഡ്, റോയപുരം ELSലെ ലോക്കോകളോടൊപ്പം കേരളത്തിലൂടെയും തമിഴ്നാട്ടിലൂടെയും ഓടുന്ന എല്ലാ ട്രെയിനുകൾക്കും പതിവായ ലിങ്കുകളായിരുന്നു. കേരള എക്സ്പ്രസ്, തമിഴ്നാട് എക്സ്പ്രസ് തുടങ്ങിയ പ്രശസ്തമായ ട്രെയിനുകൾക്ക് ഇത് സേവനം നൽകി. വടക്കോട്ടുള്ള ട്രെയിനുകൾക്കും AJJ ലോക്കോമോട്ടീവുകൾ പ്രധാനമായും ലിങ്കുകളായിരുന്നു. ലിവറിയും മാർക്കിങ്ങുകളും: AJJ-ELSന്റെ സ്റ്റിക്കർ അടയാളങ്ങൾ വെച്ച് AJJ ആസ്ഥാനമായുള്ള ലോക്കോകളെ തിരിച്ചറിയാൻ കഴിയും. AJJ വാപ്പ് 4 ലോക്കോകളെ അതിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തുമുള്ള ഇടിമിന്നലിന്റെ ചിഹ്നം തണ്ടർബോൾട്ട് സൈൻ ഉപയോഗിച്ചും തിരിച്ചറിയാം. AJJയിലെ വാപ്പ് 4ന് പലതരം ലിവറികളുണ്ട്. അവയിൽ ചിലത് താഴെ നൽകുന്നു. AJJ വാപ്പ് 4 സാധാരണ ചുവപ്പ് ലിവറിയിൽ, AJJ വാപ്പ് 4 ICF ശതാബ്ദി ലിവറിയിൽ, AJJ വാപ്പ് 4 ICF രാജധാനി ലിവറിയിൽ, AJJ വാപ്പ് 4 പഴയ സപ്തഗിരി ലിവറിയിൽ, AJJ വാപ്പ് 4 ട്രൈഗളർ ബാൻഡ് സ്റ്റിക്കറുകളിൽ. AJJയിലെ വാഗ് 9, വാഗ് 5 ലോക്കോകൾക്ക് ഇന്ത്യയിലെല്ലായിടത്തും സാധാരണയായി കാണുന്ന സ്റ്റാൻഡേർഡ് ലിവറിയാണുള്ളത്. ലോക്കോമോട്ടീവുകൾ: 2025 ഒക്ടോബർ വരെ നിലവിലുള്ള ലോക്കോമോട്ടീവുകളുടെ എണ്ണം താഴെ നൽകുന്നു. ക്രമം: ലോക്കോമോട്ടീവ് ക്ലാസ്. ഹോഴ്സ് പവർ: എണ്ണം 1, വാപ്പ് 4 5350, 98. 2, വാഗ് 5 3800, 13. 3, വാഗ് 9 6001, 122, 88. ആകെ 199.